ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കർ ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കട്ടത്തൈര് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ഉറവൊഴിക്കാതെ ഇതുപോലെ കട്ടത്തൈര് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധാരണയായിട്ട് ഒഴിക്കണ പോലെ മോരോ തൈരോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒഴിച്ചുണ്ടാക്കുന്ന കട്ടത്തൈരിൻ്റെ സെയിം ഗുണവും മണവും രുചിയും നമുക്കിതിൽ ലഭിക്കുന്നതാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് ഒഴിക്കാനായിട്ട് ആട്ടിൻ പാലാണ്. ആട്ടിൻപാലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടിൻപാലിൻ്റെ നല്ല പുളിപ്പാണ്. അതുകൊണ്ട് തന്നെ തൈരിന് നല്ല പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആട്ടിൻപാൽ എടുത്തിരിക്കുന്നത്. നോർമലി നിങ്ങൾക്ക് പശുപാലോ എന്ത് വേണമെങ്കിലും എടുക്കാം. പാല് തൈരാവാനും പുളിക്കാനും ഒക്കെ ആയിട്ട് ഏകദേശം 24 മണിക്കൂറിന് മുകളിലെടുക്കും. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പാലിൽ വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് ഞാൻ പിന്നെ പറയാം. ഇതുപോലെ പാല് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. അതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം പാല് നന്നായിട്ട് വേവാനായിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പാലിൽ വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് പറഞ്ഞത് വേറൊന്നുമല്ല. പാലിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ഒരു തൈരാവണ ഒരു സമയം വരുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വെള്ളം ചേർക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ വേറൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാല് മേടിക്കുമ്പോൾ അവർ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓവർ വെള്ളമാണെങ്കിൽ നമുക്കത് അറിയാനും പറ്റും. ഇങ്ങനെ കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട് ഈ തൈര് ഉണ്ടാക്കണേൽ. നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് പാല് നന്നായിട്ട് തണുപ്പിക്കുക. അതിനുശേഷം നാരങ്ങാനീര് ചേർക്കുക. നാരങ്ങാനീര് എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലിമെൻ്ററി മാത്രമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് ഏകദേശം പകുതി നാരങ്ങയാണ് ചേർത്തിരിക്കുന്നത്. പുളിപ്പ് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ നാരങ്ങാനീര് ചേർത്തിരുന്നത്. അത്രേ ഉള്ളൂ. അത് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഏകദേശം 15 മണിക്കൂറിന് ശേഷമുള്ള ഒരു ഫോമാണ്. ചെറുതായിട്ട് കട്ടിയൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം പകുതിയോളം പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 24 മണിക്കൂറിന് ശേഷം തൈര് നന്നായിട്ട് കട്ടയായിട്ടുണ്ട്. ആ ഒരു കട്ട തൈരിൻ്റെ ഒരു സിഗ്നേച്ചർ സ്മെല്ല് അത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ പുളിപ്പ് നന്നായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഏകദേശം പുളിപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ താഴ്ത്തടിഞ്ഞെടുക്കണ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഈ ഊറ്റിക്കളയണ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പാലിലുള്ള വാട്ടർ കണ്ടൻ്റാണ്. ഗായ്സ്, നമ്മുടെ കട്ട തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട തൈരിന് നമുക്ക് പാലുൽപ്പന്നങ്ങളായിട്ടുള്ള മോര്, വെണ്ണ, ഇതൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഹാവ് എ ഗ്രേറ്റ് ഡേ.